കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്നലെ നടത്തിയ ഷെല്ലിംഗിൽ സാധാരണക്കാരായ ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്, ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത്. ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുമുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന പൂഞ്ച്, ഉറി സെക്ടറുകളിൽ സാഹചര്യം അതിസങ്കീർണമാണ്. സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തുള്ള ജനവാസ മേഖലയിൽ നിന്ന് ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഇന്നലെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് പുറമെ ജനവാസ കേന്ദ്രങ്ങളും തുടർച്ചയായി ലക്ഷ്യം വെക്കുകയാണ്. മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് വീടുകളും കെട്ടിടങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്. ജമ്മു മേഖലയിലെ പൂഞ്ച് സെക്ടറിലാണ് കനത്ത നഷ്ടം. 1971 ശേഷം ചെറുപട്ടണമായ പൂഞ്ചിൽ ഇത്രമേൽ വലിയ ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യം. പൂഞ്ചിലുണ്ടായ പാക് വെടിവയ്പിലാണ് ലാൻസ് നായിക് ദിനേശ് കുമാർ കൊല്ലപ്പെട്ടത്. സിഖ് വംശജരായ 4 പേരും ഇവിടെ കൊല്ലപ്പെട്ടു. ഷെൽ പൊട്ടിത്തെറിച്ചായിരുന്നു പ്രദേശത്ത് കട നടത്തുന്ന അമരീക് സിംഗ്, രഞ്ജിത് സിംഗ്, റൂബി കൗർ എന്നിവരുടെ മരണം. അമരീക് സിംഗിന്റെ കടയുടെ സമീപമുള്ള ഗുരുദ്വാരയും ആക്രമണത്തിൽ തകർന്നു. ഗുരുദ്വാരയിൽ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനായ അമർജിത് സിംഗും കൊല്ലപ്പെട്ടു. 13 പേർ കൊല്ലപ്പെട്ടതായും 59 പേർക്ക് പരിക്കേറ്റതായും സർക്കാർ സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 44 പേരും പൂഞ്ചിലുള്ളവരാണ്. പൂഞ്ചിൽ നിന്ന് ആളുകളെ ചന്ദക്, ലസാന, സനായി, സത്ര എന്നിവിടങ്ങളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വടക്കൻ കശ്മീരിലെ ബാരാമുള്ളയിലെ ഉറിയിലും കുപ്വാറിലെ തങ്ദറിലും സാഹചര്യം വ്യത്യസ്തമല്ല. അതിർത്തിയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഉറിയിലടക്കം വാഹനങ്ങൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. So to ensure that the forces are able to take out any civilian who is in harm's way, the preparedness is there. Let me show you, these are the vehicles kept at the Government Degree College, Baramulla, where hundreds of vehicles, mini taxis have been kept available under a contingency plan to ensure that any person who feels stranded, or if there is a need to relocate people living close to the line of control, that these vehicles prove a critical lifeline. Several of these drivers, these buses have been kept and stationed here to move any person living in the line of control. This is Government Degree College, Baramulla, where all of these vehicles have been kept stranded, waiting. National Desk, News 18. അതിനിടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് നുഴഞ്ഞുകയറ്റക്കാരനെ BSF വധിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ മാംഡോട്ട് ബ്ലോക്കിലാണ് നുഴഞ്ഞുകയറ്റം ഇന്ത്യൻ സേന നിർവീര്യമാക്കിയത്. പഞ്ചാബിൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സേന.